ഗായ്സ്, ഞാൻ വീണ്ടും വന്നൊരു ഉള്ളിക്കറി ആയിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉള്ളിക്കറി ഉണ്ടാക്കാം. ആദ്യം കുറച്ച് സവാള, ഇതിനൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ച് സവാള, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഞാൻ അരിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനകത്ത് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, എൻ്റെ ഐഫോൺ ഒന്നുമില്ല, അപ്പം ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണ്ട. അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളി, സവാള ഇതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സവാള ഇതും മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഗായ്സ്. അത് കഴിഞ്ഞിട്ട് അത് കണക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് കണക്ക് കുറച്ച് ക്യാരറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണം ഇതെങ്ങനെ ഉണ്ടെന്ന്. ഇനി നമുക്കത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇത് കണക്ക് വഴറ്റി കൊടുക്കണം, വഴറ്റി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം ഇതൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഞാനാണെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തൊലി കളഞ്ഞ് അത് പൊടിച്ച് മീൻസ് അത് സ്മാഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതാക്കി കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഇത് കണക്ക് ചെയ്യാം. ഉപ്പും കൂടെ ഇടാൻ കുറച്ച്. എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതേപോലെ വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് തീ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കറി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി ഇത് വെന്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് വേവിച്ച് കൊടുക്കാം. നല്ല കുഴഞ്ഞ് പേസ്റ്റ് എല്ലാം കടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്ര അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലോണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട പരുവത്തിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. പിന്നെ ഗായ്സ്, ഞാനാണെങ്കിൽ ചിലർ കറിവേപ്പില ഇടും. ഇപ്പം ചിലർക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ കറിവേപ്പില ഇടണം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം ഇതാണ് കറി. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് കറി. നല്ല ടേസ്റ്റാണ് ഗായ്സ്. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് ഗായ്സേ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.